അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടൻ രീതിയിൽ നല്ലൊരു മട്ടൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ആട്ടിൻകാല് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക്, 1 ഏലക്കായ്, ഒരു ചെറിയ കഷ്ണം കറുപ്പ, 3 ഗ്രാമ്പു, 1 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കണം, അതായത് കൊത്തമ്പാരി. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ അടപ്പിട്ട് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നവരെ ചെറിയ തീയിൽ വേവിക്കുക. 8 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് കുക്കറിൽ പ്രഷറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് സൂപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ എല്ലിൻ്റെ മേലിൽ നിന്നൊക്കെ ഇറച്ചി വേറെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തൊഴിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ചൂടായാൽ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് 6 ചെറിയ ഉള്ളി മുറിച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കാം. ചെറിയുള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൂപ്പിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് 1 മുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പുളി ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ സൂപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല മട്ടൻ സൂപ്പ് റെഡിയായി. ചൂടോടെ സർവ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്